ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നിട്ട് 2025 വർഷം പൂർത്തിയായിട്ടും ഇന്നും യേശു ക്രിസ്തുവിനെ ദൈവമായിട്ടോ രക്ഷകനായിട്ടോ തിരിച്ചറിയാത്ത എത്രയോ ജനങ്ങൾ കോടാനുകോടി ജനങ്ങളുണ്ട്. കർത്താവെ, ആ കർത്താവിനെ ഒന്ന് തിരിച്ചറിയാൻ എല്ലാവർക്കും അവിടുന്ന് ഒരു ഇടപെടൽ കൊടുക്കണ കർത്താവെ, അവിടുത്തെ സുവിശേഷം, അവിടുത്തെ രക്ഷ കർത്താവെ തിരിച്ചറിയാൻ. കർത്താവ് എന്താ ചെയ്തത്? കർത്താവിനെ തിരിച്ചറിയാത്തൊരു ജനങ്ങളുടെ ഇടയിലേക്ക് ചെന്ന് അവരിലുള്ള രോഗികളെ സുഖപ്പെടുത്തി, പിശാചുബാധരെ മോചിപ്പിച്ച്, ബന്ധനങ്ങൾ അഴിച്ച് കർത്താവ് തൻ്റെ സാന്നിധ്യം അവർക്ക് അറിയിച്ചു. അതുപോലെ തന്നെ ലോകത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം അവിടുന്ന് അറിയിക്കണം. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 11-ാമത്തെ ലിഖിതം. ഇതറിഞ്ഞ് ജനങ്ങൾ അവൻ്റെ പിന്നാലെ ചെന്നു. അവൻ അവരെ സ്വീകരിച്ച് ദൈവരാജ്യത്തെപ്പറ്റി അവരോട് പ്രസംഗിക്കുകയും രോഗശാന്തി ആവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. കണ്ടോ, കർത്താവിനെ അറിഞ്ഞ് കർത്താവിൻ്റെ വചനം ലോകത്തിലേക്ക് എത്തുമ്പോൾ, ആ വചനം ലോകത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തെ അറിയും. ദൈവത്തെ അറിയുന്നവർ ദൈവത്തെ അന്വേഷിച്ച് വരും എന്ന് പറഞ്ഞാൽ കർത്താവിനെ അന്വേഷിച്ച് വരും. കർത്താവിൻ്റെ അടുക്കൽ വരുന്നവരെ കർത്താവ് രക്ഷിക്കും. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.